വിളിച്ചോതുന്നുണ്ട്. തുടർന്നും ഈ പ്രോഗ്രാമിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ പ്രോഗ്രാമിൽ ഇന്നത്തെ ദിവസം സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഈ പ്രോഗ്രാമിൽ അധ്യക്ഷത വഹിക്കുന്നത് കേരള പ്രൈവറ്റ് ഫാർമേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ മെമ്പറുമായിട്ടുള്ള ദിലീപ് കുമാർ TR അവർകളാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് തൃശ്ശൂർ വെസ്റ്റ് ഫോർട്ട് കോളേജ് ഓഫ് ഫാർമസിയിലെ ഫാർമക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ടുള്ള Ms.Faseela അവർകളാണ്. അവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന കേരള പ്രൈവറ്റ് ഫാർമേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഗലീലിയോ ജോർജ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രവീൺ, അതുപോലെ സംസ്ഥാന ഭാരവാഹികളും കമ്മിറ്റി അംഗങ്ങളുമായിട്ടുള്ള ഫാർമസിസ്റ്റ് സുഹൃത്തുക്കൾ, ഈ ജില്ലാ ഏരിയ ഭാരവാഹികൾ, മറ്റു ഫാർമസിസ്റ്റ് സുഹൃത്തുക്കൾ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിന് അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ദിലീപ് കുമാറിനെ ക്ഷണിക്കുന്നു. താങ്ക് യു. പ്രിയ ഫാർമസിസ്റ്റ് സുഹൃത്തുക്കളെ, 62ാമത് ദേശീയ ഫാർമസി വാരാചരണത്തിന്റെ ഭാഗമായി കേരള പ്രൈവറ്റ് ഫാർമസി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന വെബിനാറിന്റെ 3ാമത്തെ ചാപ്റ്ററാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഫാർമസിസ്റ്റുകൾ ആഗോള ആരോഗ്യ ആവശ്യങ്ങൾ നിറവേറ്റുന്നു എന്ന തീമിൽ രാജ്യമാകെ സംഘടിപ്പിച്ചു വരുന്ന ദേശീയ വാരാചരണത്തിന്റെ ഭാഗമാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ വെബിനാർ. ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളിൽ ഫാർമസിസ്റ്റുകളുടെ ഒഴിച്ചുകൂടാനാവാത്ത പ്രസക്തിയെ പറ്റി അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ വാരാചരണം കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഇന്ന് നമ്മുടെ ഈ വെബിനാറിൽ സബ്ജക്റ്റായി എടുത്തിട്ടുള്ളത് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന സബ്ജക്റ്റാണ്. ആന്റിബയോട്ടിക്കുകൾ മാനവരാശിക്ക് നൽകിയ സംഭാവനകൾ ഒട്ടും ചെറുതല്ല. അവയുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് നമ്മൾ നിലനിൽക്കുന്നതും. എന്നാൽ എന്തിനും ഏതിനും ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം വളരെ വലിയ ആപത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം ശരീരം അവയോട് പ്രതികരിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അഥവാ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുന്നു. ലോകം നേരിടുന്ന ഏറ്റവും വലിയ ആരോഗ്യ വെല്ലുവിളികളിൽ ഒന്നാണ് AMR അഥവാ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. 2025 കൂടി ലോകത്ത് ഏറ്റവും അധികം മനുഷ്യർ മരിക്കാൻ കാരണമാകുന്നത് AMR മൂലമാകുമെന്നാണ് WHO കണക്കുകൾ പറയുന്നത്. നമുക്കറിയാം, ചെറിയ ജലദോഷവും പനിയും വന്നാൽ പോലും ആന്റിബയോട്ടിക്കുകൾ അമിതമായി ഉപയോഗിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്നത്. ഇവയുടെ ഉപയോഗം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരവും ഫാർമസിസ്റ്റുകളുടെ അഡ്വൈസോടുകൂടി കുറയ്ക്കേണ്ട സാഹചര്യമാണ് ഉള്ളത്. ഈ ഒരു സബ്ജക്റ്റിൽ അഥവാ AMR ഫാർമസിസ്റ്റുകളുടെ വളരെ എന്നിരുന്നാലും ഈ ഒരു കാലഘട്ടത്തിൽ ഗവൺമെന്റിന്റെ ചില നയങ്ങൾ ഈ നിലപാടുകളെ അടിക്കുന്നതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ആശാ വർക്കർമാരെ ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസിന്റെ ഭാഗമാക്കി അവർ മൂലം ജനങ്ങൾക്ക് അഡ്വൈസ് കൊടുക്കുന്ന ഒരു നിലപാടിലേക്ക് ആരോഗ്യവകുപ്പും ഗവൺമെന്റും എത്തുന്ന പല ന്യൂസുകളും നമ്മൾ കാണുകയുണ്ടായി. ഇത് വളരെ പ്രതിഷേധം അറിയിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫാർമസിസ്റ്റുകൾ മൂലം നടപ്പാക്കേണ്ടതാണ്. അതിൽ ഗവൺമെന്റ് കാണിക്കുന്ന ഈ നിലപാടിനോട് ശക്തമായി എതിർപ്പ് രേഖപ്പെടുത്തുന്നു.
ഹലോ സാറേ, മ്യൂട്ടഡ് ആയി, ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? കൂടാതെ കേൾക്കാം സാറേ, പറഞ്ഞു. ആദ്യം മുതല് വേണ്ട സാറേ ഇടയ്ക്കൊന്ന് പോയതേ ഉള്ളൂ. ഓക്കെ. ശരി. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നയിക്കുന്നത് നമ്മുടെ ഫസീല മാഡമാണ്. മാഡത്തെ ക്ലാസ്സുകൾ നയിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. ക്ലാസ്സുകൾ ആരംഭിക്കാം. ഗുഡ് ഈവനിങ് സർ. ഓഡിബിൾ ആണോ? കേൾക്കുന്നുണ്ടോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യല്ലേ? ചെയ്യാം മാഡം, ചെയ്യാം. ഓക്കെ. സോ ഗുഡ് ഈവനിങ് ടു ഓൾ. ഇപ്പോൾ KPPAയുടെ എല്ലാ മെമ്പേഴ്സിനും ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഒരു വലിയൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാണ് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ പറ്റിയതിൽ. ആൻഡ് ഈ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്നുള്ളൊരു ക്ലാസ്, അതും ഈ നാഷണൽ ഫാർമസി വീക്കിനോടനുബന്ധിച്ചും അതുപോലെ നമ്മളിപ്പോൾ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻറ്റ് വീക്കും കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു അവയർനെസ്സും കൂടെ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഈ ഒരു ക്ലാസ് എല്ലാ ഫാർമസിസ്റ്റുകളിലോട്ടേക്കും എത്തിക്കാൻ പറ്റിയതിൽ എനിക്ക് ഐ എം സോ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ദാറ്റ്. സോ ഇന്നത്തെ ക്ലാസ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് മെയിൻലി ഈ ഒരു ഇഷ്യൂ ഇപ്പോഴത്തെ പ്രസൻ്റ്ലി എന്തൊക്കെ ഇഷ്യൂസ് ആണ് എന്നുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിൽ മെയിനായിട്ട് എയിം ചെയ്യുന്നത്. സ്ലൈഡ് കാണുന്നുണ്ടോ? യെസ്. ഓക്കെ, ക്ലിയർ അല്ലേ സാറേ? മാഡം ഒന്ന് F5 അടിക്കോ, ഒന്ന് ഫുൾ സ്ക്രീൻ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ സാറേ? ഓക്കെ. Okay. So, antimicrobial resistance, addressing the issue of resistance to antimicrobial agents. സോ ആദ്യം തന്നെ നമുക്ക് നോക്കാം ആൻറ്റി മൈക്രോബിയൽ ഏജൻസ് എന്താണെന്നുള്ളത്. ദിസ് ആർ ദ ക്ലാസ് ഓഫ് ഡ്രഗ്സ് ദാറ്റ് ആർ ഡിസൈൻ ടു ഇൻഹിബിറ്റ് ഓർ കിൽ ദ ഇൻഫെക്റ്റിംഗ് ഓർഗാനിസം ആൻഡ് ഹാവ് മിനിമൽ ഇഫക്റ്റ് ഓൺ ദ റെസിപ്പിയൻറ്റ്. ആ ഒരു ഇൻഫെക്റ്റിംഗ് ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യാനോ കില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ക്ലാസ് ഓഫ് ഡ്രഗ്സ് ആണ് ഈ ആൻറ്റി മൈക്രോബിയൽ ഏജൻസ് എന്ന് പറയുന്നത്. ആൻഡ് അതിൻ്റെ ഹിസ്റ്ററി ഓഫ് കീമോതെറാപ്പി നോക്കുകയാണെങ്കിൽ ദിസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3 phases. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എംപെരിക്കൽ പീരീഡ് ആൻഡ് മൗൾഡി കേർഡ് യൂസ് ചെയ്തിട്ട് ഒരു ചൈനീസ് ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത് ഒരു എംപെരിക്കൽ പീരീഡാണത്. ആൻഡ് ചാൾമോഗ്ര ഓയിൽ ഫോർ ലെപ്രസി, സിങ്കോണ ബാഗ്സ് ഫോർ ഫീവർ, ചിനോപോഡിയം ഫോർ ഇൻറ്റസ്റ്റൈനൽ വേംസ്, മെർക്കുറി ഫോർ സിഫിലിസ്. പിന്നത്തെ ഒരു ഫേസ് വരുന്നത് പോൾ എർലിച്ച് ഫേസ് ആണ്, സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ 1990 ജർമ്മൻ സയൻറ്റിസ്റ്റ് പോൾ എർലിച്ച് ഡിസ്കവേർഡ് കെമിക്കൽ കോമ്പൗണ്ട്സ് ദാറ്റ് ആർ capable of killing microorganism. Then in 1909, his assistant also found one magic bullet compound 06 which targeted Treponema pallidum. Then in 1928 Alexander Fleming, he accidentally discovered penicillin from the mold Penicillium notatum. അതുപോലെ എങ്ങനെ ഈ ഒരു കണ്ടാമിനേറ്റിംഗ് മൗൾഡ് ഗ്രോത്തിനെ ഒബ്സർവ് ചെയ്തു in his staphylococci plates, and ഈ മൗൾഡ് staphylococci ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്തു. ആൻഡ് അവിടെ നിന്നാണ് ഫസ്റ്റ് നാച്ചുറൽ ആൻറ്റിബയോട്ടിക് ഡിസ്കവർ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് ആൻറ്റി ബാക്ടീരിയൽ അഗെയിൻസ്റ്റ് സ്ട്രെപ്റ്റോകോക്കസ്, മെനിഞ്ചോകോക്കൈ, കോർണി ബാക്ടീരിയം, ഡിഫ്തീരിയ. തേർഡ് ഫേസ് എന്ന് പറയുന്നതാണ് മോഡേൺ എറ ഓഫ് കീമോതെറാപ്പി എന്ന് പറയുന്നത്. ആൻഡ് ഹി ഡിസ്കവേർഡ് പ്രോണ്ടോസിൽ, എ സിന്തറ്റിക് ഡൈ ഫോർ സ്ട്രെപ്റ്റോകോക്കൽ ആൻഡ് സ്റ്റെഫൈലോകോക്കസ് ഇൻഫെക്ഷൻ ഇൻ മൈസ് ആൻഡ് ലേറ്റർ ഇൻ ഹ്യൂമൻസ്. ഫസ്റ്റ് സിന്തറ്റിക് ആൻറ്റിമൈക്രോബിയൽ ആണ് സൾഫാനിലൈഡ്. ആൻഡ് മാസ് പ്രൊഡക്ഷൻ ഓഫ് പെൻസിലിൻ വാസ് ഡൺ അറ്റ്
Oxford University under Howard, and in 1940 penicillin was purified. ഇതെല്ലാം പറയുന്നത് നമ്മുടെ കീമോതെറാപ്പി ആൻറ്റി മൈക്രോബിയൽസിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. ആൻഡ് ഇൻ 1945 ഫ്ലെമിംഗ്, ഫ്ലോറെ, ഇവർ ദേ ഓൾസോ ഗോട്ട് ദ നോബൽ പ്രൈസ് ഫോർ ദിയർ ഡിസ്കവറി. ദെൻ വാരിയസ് സെമി സിന്തറ്റിക് വെറൈറ്റീസ് ഓഫ് പെൻസിലിൻസും അങ്ങനെ സബ്സിക്വൻ്റ്ലി പ്രൊഡ്യൂസ് ചെയ്തു. സോ മെയിൻലി നമ്മൾ പോകുന്നത് ആൻറ്റിബയോട്ടിക്സിൻ്റെ ഒരു ഇതിലോട്ടെയാണ്. ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് ദിസ് ആർ ദ ഡ്രഗ്സ്. നമുക്ക് ആൻറ്റി മൈക്രോബിയൽ എന്ന് പറയുമ്പോൾ അതിൽ ആൻറ്റിബയോട്ടിക്സ്, ആൻറ്റി ഫംഗൽ, ആൻറ്റി വൈറൽ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് ദിസ് ആർ ദ ഡ്രഗ്സ് ദ ടാർഗറ്റ് ബാക്ടീരിയൽ സെൽസ് ആൻഡ് ദേ ഹീൽ ഓർ പ്രിവെൻറ്റ് ദ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെ അതിനെ ഹീൽ ചെയ്യുക, അല്ലെങ്കിൽ ആ ബാക്ടീരിയൽ സെൽസിനെ ടാർഗറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഗ്രോത്തിനെ സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ കില്ല് ചെയ്യുക. ഇതാണ് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. അത് മെയിൻലി സിഡലുണ്ട്, സ്റ്റാറ്റിക് ബാക്ടീരിയസിഡലുണ്ട്, സ്റ്റാറ്റിക്കുമായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ്, ഇപ്പോൾ ബീറ്റാ ലാക്ടം, മാക്രോലൈഡ്സ്, ടെട്രാസൈക്ലിൻ, ക്വിനലോൺസ്, അമിനോഗ്ലൈക്കോസൈഡ്, സൾഫോണമൈഡ്, ഗ്ലൈക്കോപെപ്റ്റൈഡ്സ്, ഓക്സിസോളിനോൺസ്, ഇതൊക്കെയാണ് ഒരു ആൻറ്റിബയോട്ടിക്സിൻ്റെ മെയിൻ ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ആൻഡ് മെക്കാനിസം ഓഫ് ആക്ഷൻ. ഇപ്പം നമ്മൾ പറഞ്ഞ് തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞ ആ ഒരു ആൻറ്റിബയോട്ടിക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ ഒരു പിക്ചറൽ റെപ്രസെൻറ്റേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് സെൽ വാൾ സിന്തസിസിന്, ബാക്ടീരിയയുടെ സെൽ വാൾ സിന്തസിസിനെ ഇൻ്റർഫിയർ ചെയ്യുന്ന ഡ്രഗ്സുകളാണ് സെഫലസ്പോറിൻ, കാർബപീനം, പെൻസിലിൻ എന്നൊക്കെ ഉള്ള ആ ഒരു കാറ്റഗറി ഓഫ് ഡ്രഗ്സ്. അതുപോലെ ബാക്ടീരിയൽ സെല്ലിൻ്റെ DNA ഗൈറേസിന് ഇൻ്റർഫിയർ ചെയ്യുന്ന ഡ്രഗ്സാണ് ക്വിനലോൺസ് കാറ്റഗറി, സിപ്രോഫ്ലോക്സാസിൻ, നാലിഡിക്സിക് ആസിഡ്, ഇതൊക്കെ. അങ്ങനെ അതുപോലെ പ്രോട്ടീൻ സിന്തസിസിന്, ദാറ്റ് മീൻസ് റൈബോസോമിന് 30S 50 സബ് യൂണിറ്റ്സ് ഉണ്ട്. അതിൽ 30S എന്ന് പറയുന്ന സബ് യൂണിറ്റിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന, ആ ഒരു പ്രോട്ടീൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ചില കാറ്റഗറി ഓഫ് ഡ്രഗ്സ് ആണ് ടെട്രാസൈക്ലിൻ, സ്ട്രെപ്റ്റോമൈസിൻ, ജെൻഡാമൈസിൻ. ഇനി 50S സബ് യൂണിറ്റുകളെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ് ക്ലോറാംഫെനിക്കോൾ, ക്ലിൻഡാമൈസിൻ, ലിങ്കോമൈസിൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ബ്രീഫായിട്ട് ഒരു എന്താ പറയുക നമ്മുടെ ആൻറ്റിബയോട്ടിക്സിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷനിൽ വരുന്നത്. ഇനി യൂസസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ്. ആൻറ്റിബയോട്ടിക്സിൻ്റെ യൂസസ് റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ഇയർ ഇൻഫെക്ഷൻ, ഡെന്റൽ ഇൻഫെക്ഷൻ ഇതിനെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ റെസ്പിറേറ്ററി അമോക്സിസിലിൻ, അസിത്രോമൈസിൻ, ക്ലാരത്രോമൈസിൻ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ആണെങ്കിൽ സിപ്രോഫ്ലോക്സാസിൻ, നൈട്രോഫ്യൂറൻറ്റൈൻ, സ്കിൻ ഇൻഫെക്ഷൻസിനാണെങ്കിൽ ക്ലിൻഡാമൈസിൻ, സെഫലെക്സിൻ, ഡൈക്ലോക്സെസിലിൻ, ദെൻ ഇയർ ഇൻഫെക്ഷൻ അമോക്സിലിൻ ക്ലാവലിനേറ്റ്, ദെൻ സെക്ഷലി STD ഇൻഫെക്ഷൻസ് ആണെങ്കിൽ അസിത്രോമൈസിൻ, ഡോക്സിസൈക്ലിൻ, സെഫ്ട്രിയാക്സോൺ, മെനിഞ്ചൈറ്റിസ്, സെഫോടാക്സിം, ഡെന്റൽ ഇൻഫെക്ഷൻസ്. ഇപ്പോൾ ഇതെല്ലാം ആസ് എ ഫാർമസിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് നമ്മളെല്ലാവരും ഹാൻഡിൽ ചെയ്യുന്ന ഡ്രഗ്സുകളാണ്. ഈ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ്. ഇനി ആൻറ്റിബയോട്ടിക്സ് നോൺ മെഡിക്കേറ്റഡ് പർപ്പസിനും യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് അഗ്രികൾച്ചറിൽ യൂസ് ചെയ്യുന്നുണ്ട്, അക്വാകൾച്ചർ, ബീ കീപ്പിംഗ്, ഹോർട്ടിക്കൾച്ചർ, ഫുഡ് പ്രിസർവേറ്റീവ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഡൊമസ്റ്റിക് യൂസിലും ഉണ്ട്. ആൻഡ് ഇനി മെഡിക്കേഷൻ പർപ്പസിന് ഒരു ട്രീറ്റ്മെൻറ്റ് എന്നുള്ള പോലെ തന്നെ ഇപ്പോൾ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ, സർജറിക്ക് ശേഷം ഇൻഫെക്ഷൻ വരാതിരിക്കാനും ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് ആൻറ്റിബയോട്ടിക്. നമുക്ക് ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്താലുള്ള പ്രോബ്ലംസ് ആണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അക്യൂട്ട് ട്യൂബുലാർ നെക്രോസിസ്, ഇപ്പോൾ റീനൽ ആയിട്ടുള്ള പ്രോബ്ലംസ് വരാം. അക്യൂട്ട് റീനൽ ട്യൂബുലാർ നെക്രോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിയുടെ റീനൽ ട്യൂബുലാർ സെൽസിൽ ഉണ്ടാകുന്ന സെൽ ഡെത്തുകൾ സംഭവിക്കുക, അവിടുത്തെ എപ്പിത്തീലിയൽ സെൽസുകൾ ഡെഡ് ആവുക. അതാണ് അക്യൂട്ട് ട്യൂബുലാർ നെക്രോസിസ്, ഇൻഡസ്ട്രീഷ്യൽ നെഫ്രൈറ്റിസ്, അങ്ങനെ റീനൽ ഫെയിലിയർ ആവുന്ന കണ്ടീഷൻസിലോട്ടേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ കാർഡിയാക് മീൻസ് അതിൽ വരുന്നതാണ് QT പ്രൊലോങ്ങേഷൻ, അതായത് ഇറഗുലർ ഹാർട്ട് ബീറ്റ് ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ദെൻ ഹെമറ്റോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ ത്രോംബോസൈറ്റോപീനിയ, ലൂക്കോപീനിയ, എഗ്രാനുലോസൈറ്റോസിസ്, അബ്നോർമൽ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ, ഇതൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് മീൻ ഓട്ടോടോക്സിസിറ്റി.
ദെൻ വെസ്റ്റിബുലാർ ഡിസ്ഫങ്ഷൻ, ഇതെല്ലാം ഓട്ടോടോക്സിസ്, ഇയറിൻ്റെ കേൾവി കുറവ് വരാം, അതുപോലെ ഇയർ ബാലൻസിന് പ്രോബ്ലം വരാം. ഇതൊക്കെ എല്ലാം ന്യൂറോളജിക്കലി അസോസിയേറ്റ് ചെയ്ത് വരുന്ന ചില പ്രോബ്ലംസ് ആണ്. ആൻഡ് ഡെർമറ്റോളജിക് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ റാഷസ്, സ്റ്റീവൻ ജോൺസൺ സിൻഡ്രം, ദെൻ ടോക്സിക് എപ്പിഡെർമൽ നെക്രോലൈസിസ്, ഇതൊക്കെ വരാം. ദെൻ അതർ കണ്ടീഷൻ മീൻസ് അതർ ആയിട്ട് ഹെപ്പാറ്റോടോക്സിസിറ്റി, ഇലക്ട്രോലൈറ്റ് എബ്നോർമാലിറ്റീസ്, ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഡയറിയ, ഇതെല്ലാം കാണുന്ന ആൻറ്റിബയോട്ടിക്സ് എടുത്താൽ ഉണ്ടാകുന്ന പ്രോബ്ലംസുകളാണ്. ആൻറ്റിബയോട്ടിക്സ് എടുത്തുകൊണ്ട് അതിനോട് അസോസിയേറ്റ് ആയിട്ട് ഉണ്ടാകാവുന്ന പ്രോബ്ലംസുകളാണ്. ഇനി മോസ്റ്റ് കോമൺ അലർജിക് റിയാക്ഷൻ എന്ന് പറയുന്നത് ഇച്ചി സ്കിൻ റാഷസ്, ദെൻ കഫിങ്, വീസിങ്, ടൈറ്റ്നസ് ഓഫ് ത്രോട്ട്, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കാണുന്ന അലർജിക് റിയാക്ഷൻസ്. സോ ഇപ്പം ഇത്രയും സ്ലൈഡിൽ നമ്മൾ പറഞ്ഞത് ആൻറ്റിബയോട്ടിക്സിൻ്റെ ഹിസ്റ്ററി, എന്തിനാണ് ആൻറ്റിബയോട്ടിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ടോപ്പിക്കിനോട് റിലേറ്റ് ചെയ്ത് ഒറിജിൻ ഓഫ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. എങ്ങനെയാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് സ്റ്റാർട്ട് ചെയ്തത്, എപ്പോഴാണ് തുടങ്ങിയാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്നുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഫസ്റ്റ് റിപ്പോർട്ടഡ് കേസ് ഓഫ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് വാസ് ഇൻ 1914 Staphylococcus aureus which became resistant to penicillin. അപ്പോൾ ചില മൈൽ സ്റ്റോൺസ് ആണ് പറയുന്നത്. 1940 penicillin resistant emerges, then 50 tetracycline and other resistant, 60 1970 MRSA and vancomycin resistance, 1980s to 1990 extended spectrum beta lactamase, then 2000 present carbapenem resistance and global concerns. അതൊരു ഗ്ലോബൽ കൺസേൺ ആയിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു എറയിൽ. അത്രയും അതായത് പെൻസിലിൽ നിന്ന് ആ ഒരു റെസിസ്റ്റൻസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ഇന്ന് വരെ ഇതൊരു മേജർ ഇഷ്യൂ ആയിട്ട്, ഒരു ത്രെട്ടായിട്ട് മാറിയിരിക്കുകയാണ്. സോ ഈ ഒരു ചാർട്ട് കാണിക്കുന്നത് ഏതൊക്കെ എറാസിൽ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ്. സോ ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എങ്ങനെയാണ് ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആയി മാറുന്നത്, അപ്പം എന്താണ് അതിൻ്റെ പുറകിലുള്ള മെക്കാനിസം ഓഫ് ആക്ഷൻ എന്നാണ് നമ്മൾ ഈ സ്ലൈഡിലൂടെ പറയുന്നത്. ആൻഡ് റെസിസ്റ്റൻറ്റ് ഒക്കർ ബൈ 4 മെയിൻ മെക്കാനിസം. ഒന്ന്, ലിമിറ്റിംഗ് ദ അപ്ടേക്ക് ഓഫ് ഡ്രഗ്, ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് മോഡിഫൈങ് എ ഡ്രഗ് ടാർഗറ്റ്, തേർഡ് വൺ ഇസ് ഇനാക്ടിവേറ്റിംഗ് എ ഡ്രഗ്, ആൻഡ് ഫോർത്ത് വൺ ഇസ് ആക്റ്റീവ് ഡ്രഗ് ഇഫ്ലെക്സ്. സോ ലിമിറ്റിംഗ് ദ അപ്ടേക്ക് ഓഫ് എ ഡ്രഗ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഡ്രഗ് ബാക്ടീരിയ എടുത്ത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക് ആ ഒരു സെല്ലിനെ കില്ല് ചെയ്യാൻ, അതിൻ്റെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെല്ലിനകത്തോട്ടേക്ക് ആ ആൻറ്റിബയോട്ടിക് വരുന്നതിൻ്റെ പെർമിയബിലിറ്റിനെ കുറയ്ക്കും. അതാണ് ലിമിറ്റിംഗ് ദ അപ്ടേക്ക് ഓഫ് എ ഡ്രഗ് മീൻസ് ബൈ റെഡ്യൂസിങ് ദ പെർമിയബിലിറ്റി ഓഫ് ദി മെംബ്രെയിൻ. റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പാത്തജൻ ആണെങ്കിൽ അതിൻ്റെ ആൻറ്റിബയോട്ടിക്കിൻ്റെ പെർമിയബിലിറ്റി റെഡ്യൂസ് ചെയ്യും. ബൈ ഡിക്രീസിങ് ദ നമ്പർ ഓഫ് പോറിൻ ചാനൽ. പോറിൻ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം പ്രോട്ടീൻ ചാനലാണ്. അപ്പം ആ ഒരു ഇപ്പോൾ സെല്ലിനകത്തോട്ടേക്ക്, ബാക്ടീരിയൽ സെല്ലിനകത്തോട്ടേക്ക് ഏതെങ്കിലും ഒരു മോളിക്യൂള് അല്ലെങ്കിൽ അയോൺ മോളിക്യൂൾസ് ഒക്കെ വരുന്നത് ഈ പോറിൻ ചാനലിലൂടെ പാസീവ് ഡിഫ്യൂഷൻ വഴിയാണ് വരുന്നത്. അപ്പം ഇത്തരം പോറിൻ ചാനൽസിൻ്റെ നമ്പർ ഇവിടെ ഡിക്രീസ് ചെയ്യുന്നു. ദെൻ ബൈ ഫോർമേഷൻ ഓഫ് ബയോഫിലിംസ്. ബയോഫിലിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റിക്കി ലെയർ ഫോം ചെയ്യുന്നതാണ് ബയോഫിലിംസ് എന്ന് പറയുന്നത്. Then next, modifying the drug target. Natural or acquired changes in binding of drug. അപ്പോൾ മ്യൂട്ടേഷൻ കൊണ്ടും ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ മ്യൂട്ടേഷൻ കൊണ്ടും അവിടെ ആ ഒരു ഡ്രഗ് ടാർഗറ്റിൻ്റെ അവിടെയുള്ള മോഡിഫിക്കേഷൻ നടക്കുക. അപ്പോൾ 30S ബൈൻഡ് ചെയ്യേണ്ടതെങ്കിൽ ആ 30S 50S ഓൾട്ടറേഷൻ നടക്കുന്നതാണ് മോഡിഫൈയിങ് ഡ്രഗ് ടാർഗറ്റ് എന്ന് മീൻ ചെയ്യുന്നത്. ഇനാക്ടിവേഷൻ ഓഫ് ഡ്രഗ്. ഇപ്പോൾ പല എൻസൈംസും ഇപ്പോൾ ഡ്രഗിനെ ഇനാക്ടിവേറ്റ് ചെയ്യാം. ഇപ്പോൾ ബീറ്റ ലാക്ടമേസ് എന്നുള്ള എൻസൈം ബീറ്റ ലാക്ടം ആൻറ്റിബയോട്ടിക്സിനെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പം അതുകൊണ്ട് അതിനോടുള്ള ഒരു ആക്ഷൻ അവിടെ കാണില്ല. ഇപ്പം ബാക്ടീരിയൽ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്ത ആ ഒരു ബാക്ടീരിയ ആ ഒരു സ്പെസിഫിക് എൻസൈം റിലീസ് ചെയ്യുക, അങ്ങനെ ചെയ്തുകൊണ്ട് ആ ഡ്രഗിനെ ഇനാക്ടിവേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ്, ആക്റ്റീവ് ഡ്രഗ് ഇഫ്ലെക്സ്.
ഇഫ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇജക്റ്റ് ചെയ്യുക, പുഷ് ചെയ്യുക, ഡ്രഗിനെ സെല്ലിന് പുറത്തോട്ടേക്ക് പുഷ് ചെയ്യുന്നതാണ് ആക്റ്റീവ് ഡ്രഗ് ഇഫ്ലെക്സ് എന്ന് മീൻ ചെയ്യുന്നത്. ബാക്ടീരിയ ആക്ടിവേറ്റ് വാരിയസ് പമ്പ് ദാറ്റ് പുഷസ് ദ ഡ്രഗ് ഔട്ട് ഓഫ് ദ സെൽ. അതൊരു പ്രത്യേക വാരിയസ് പമ്പുകൾ ആക്ടിവേറ്റ് ചെയ്തിട്ട് ആ സ്പെസിഫിക് ആന്റിബയോട്ടിക്കിനെ സെല്ലിന് പുറത്തേക്ക് ഇജക്റ്റ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് ആക്റ്റീവ് ഡ്രഗ് ഇഫ്ലെക്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു ഡയഗ്രമാറ്റിക് കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട് ആന്റിബയോട്ടിക്കും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസും തമ്മിൽ. അതായത് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ആന്റിബയോട്ടിക്സിന്റെ മെക്കാനിസം ഇവിടെ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ബാക്ടീരിയ ആണെങ്കിൽ അതിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മളിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇഫ്ലെക്സ് പമ്പ്, അതുപോലെ ഇനാക്ടിവേഷൻ ഓഫ് ആന്റിബയോട്ടിക് സബ്സ്റ്റൻസ്, ടാർഗറ്റിന്റെ മോഡിഫിക്കേഷൻ നടക്കുക. അപ്പോൾ കറക്റ്റായിട്ട് അവിടെ ഒരു മെക്കാനിസം നടക്കില്ല. ആ ഒരു ഡ്രഗ് പ്രോപ്പറായിട്ട് അവിടെ മെക്കാനിസം നടക്കില്ല. ഒന്നില്ലെങ്കിൽ അതിനെ പുഷ് ചെയ്ത് സെല്ലിന് പുറത്തോട്ടേക്ക് പോകും, അല്ലെങ്കിൽ മറ്റ് മ്യൂട്ടേഷൻ കാരണങ്ങളൊക്കെ ബൈൻഡിങ് നടക്കില്ല. ഇതൊക്കെയാണ് നമ്മൾ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ബാക്ടീരിയാസിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. ദെൻ അവരെങ്ങനെയാണ് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്തെന്നുള്ളതാണ് ഈ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞത്. ഇനി റെസിസ്റ്റന്റ് പാത്തജൻസ്, നമ്മൾ ഇതുവരെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ബാക്ടീരിയ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാക്ടീരിയ എന്ന് പറയുന്നത് ദാറ്റ് ആർ നോട്ട് കൺട്രോൾഡ് ഓർ കിൽഡ് ബൈ ആന്റിബയോട്ടിക്സ്. നമ്മൾ ആന്റിബയോട്ടിക്സ് കൊടുത്തിട്ടും കില്ല് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു തരം ആ ഒരു പെർട്ടിക്കുലർ ബാക്ടീരിയനെയാണ് നമ്മൾ പാത്തജൻസ് എന്ന് പറയുന്നത്, റെസിസ്റ്റന്റ് പാത്തജൻ എന്ന് പറയുന്നത്. അത്തരം എങ്ങനെയാണ് അവർ ഈ റെസിസ്റ്റന്റ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നാണ് നമ്മൾ ആ മെക്കാനിസത്തിലൂടെ പറഞ്ഞത്. അപ്പോൾ ദേ ക്യാൻ സർവൈവ് ആൻഡ് മൾട്ടിപ്ലൈ ഇൻ പ്രസൻസ് ഓഫ് ആന്റിബയോട്ടിക്സ്. ആന്റിബയോട്ടിക്സ് കൊടുത്താലും അവർ ഇതിൽ സർവൈവ് ചെയ്യും. അപ്പോൾ കറന്റ് 7 lakh പേഷ്യൻറ്റ് ഡൈ വേൾഡ് വൈഡ് ബിക്കോസ് ഓഫ് ദ ഇന്നബിലിറ്റി ഓഫ് ദ ആന്റിബയോട്ടിക് ടു കിൽ ദ റെസിസ്റ്റന്റ് പാത്തജൻസ്. ഇതൊക്കെ WHO കണക്ക് പ്രകാരമുള്ള കാര്യങ്ങളാണ്. 7 lakh പേഷ്യൻസ് ഇതുവരെ ഡെത്ത് സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു ആന്റിബയോട്ടിക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതെ തന്നെ, അതായത് ഈ റെസിസ്റ്റന്റ് പാത്തജൻസിനെ കില്ല് ചെയ്യാൻ പറ്റാതെ. ആൻഡ് വിത്തൗട്ട് ന്യൂ പുതിയ ആന്റിബയോട്ടിക്സ് ഡെവലപ്പ് ചെയ്ത് വരുന്നില്ല. അപ്പോൾ അതും ഒരു മേജർ ഇഷ്യൂ ആണ്. ദെൻ ഇൻ 2017 WHO പബ്ലിഷ്ഡ് എ ലിസ്റ്റ് ഓഫ് റെസിസ്റ്റന്റ് പാത്തജൻസ്. അതിനെയാണ് എസ്കേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പാത്തജൻസിന്റെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു ഫ്ലോ ചാർട്ട്. എൻട്രോകോക്കസ് ഫീക്കിയം, ദെൻ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്, ക്ലെബ്സീലിയ, എസിനറ്റോബാക്ടർ, സ്യൂഡോമോണാസ് എയറോജിനേസ്, എൻറ്ററോബാക്ടർ, ഇതൊക്കെയാണ് ആ ഒരു റെസിസ്റ്റന്റ് പാത്തജൻസിൽ WHO ലിസ്റ്റ് ഔട്ട് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന് ചില ഹോട്ട്സ്പോട്ടുകളുണ്ട്. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന് ഹോട്ട്സ്പോട്ടുകൾ, അതായത് മെയിനായിട്ട് ഇപ്പോൾ സയൻറ്റിഫിക് ഡേറ്റാസ് ഒക്കെ പറയുന്നത് പിഗ് ഫാം ആണ് ഇതിൻ്റെ മെയിൻ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്വൈൻ ഫാം ഗ്രൗണ്ട് വാട്ടർ ആണ് ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് പാത്തോജൻസിൽ, അതായത് ആക്ടിനോബാക്ടർ എന്ന് പറയുന്ന റെസിസ്റ്റന്റ് ആയിട്ടുള്ള പാത്തോജൻസിൻ്റെ ഒക്കെ ഒരു ഹിഡൻ ഹോട്ട്സ്പോട്ട് എന്ന് ആണ് സയൻറ്റിഫിക് ഡേറ്റ പറയുന്നുണ്ട്. അതുപോലെ ദർ വാസ് ഓൾസോ സ്റ്റഡി കണ്ടക്ടഡ് ഇൻ ട്രിവാൻഡ്രം സിറ്റിയിലുള്ള ഒരുപാട് ബോഡീസിലുള്ള വാട്ടർ ബോഡീസിന്റെ സ്റ്റഡീസും അതുപോലെ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ റെസിസ്റ്റന്റ് പാത്തോജൻസിന്റെ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് പാത്തോജൻസ് ഒക്കെ പ്രോൺ ഉണ്ടെന്നും അതുപോലെ വാരിയസ് സർവലൻസും സ്ട്രാറ്റജീസും ഒക്കെ എംപ്ലോയ് ചെയ്താലാണ് ഇത്തരം റെസിസ്റ്റൻസ് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, പൊട്ടൻഷ്യൽ കോസസ് ഓഫ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്. ആന്റിബയോട്ടിക്കിന്റെ പൊട്ടൻഷ്യൽ കോസ്, എന്തുകൊണ്ടാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ. അപ്പോൾ ഓവർ പ്രിസ്ക്രൈബിങ് ഓഫ് ആന്റിബയോട്ടിക്, നേരത്തെ സാറ് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ പോലും ഓവറായിട്ട് ആന്റിബയോട്ടിക് അവിടെ പ്രിസ്ക്രൈബ് ചെയ്യപ്പെടുന്നുണ്ട്. എന്ത് ടൈപ്പാണ്, ആ ട്രീറ്റ്മെന്റ് മെത്തഡോളജി എന്താണെന്ന് പ്രോപ്പറായിട്ട് ചിലപ്പോൾ ഡയഗ്നോസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം. അങ്ങനെ പല പല ഫാക്ടേഴ്സ് കൊണ്ടും there may be a chance for over prescribing of antibiotic. അപ്പോൾ അത്തരം കേസസിലും ഇതൊരു സീരിയസ് ത്രെട്ട് ആയിട്ട് ഹ്യൂമൻ ഹെൽത്ത് വേൾഡ് വൈഡിൽ ഇത് മാറുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇമ്പാക്റ്റ് ഓഫ് ക്ലൈമാറ്റിക് ചേഞ്ച്, അതായത് റൈസ് ഇൻ ടെമ്പറേച്ചർ, പോപ്പുലേഷൻ ഡെൻസിറ്റി, ഇതെല്ലാം ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന് ഒരു മേജർ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്ത് വരാനുള്ള ഒരു മേജർ റീസൺ ആയിട്ട് മാറുന്നെന്നാണ് സ്റ്റഡീസ് പറയുന്നത്.
അപ്പോൾ ഒരു നേച്ചറിൽ പബ്ലിഷ് ചെയ്ത റീസെൻറ്റ് സ്റ്റഡിയിൽ പറയുന്നത് ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാൻ അതുപോലെ ടെമ്പറേച്ചർ കൂടും തോറും അത് തമ്മിൽ ഇപ്പം ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസും ഇൻക്രീസ്ഡ് ടെമ്പറേച്ചറും തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ടെമ്പറേച്ചർ കൂടിയാൽ അവിടെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് കൂടാനുള്ള ചാൻസുകളും ഉണ്ടെന്നാണ് ഈ സ്റ്റഡീസ് നേച്ചറിൽ പബ്ലിഷ് ചെയ്ത് ഒരു സ്റ്റഡി പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ഈ നടത്തിയത് കോമൺ ബാക്ടീരിയ സച്ചസ് എസ്കിരീഷ്യ കൊളായി, ക്ലെബ്സീലിയ, ന്യൂമോണിയ, സ്റ്റഫൈലോകോക്കസ് ഓറിയസ്. അപ്പോൾ ഇതിനെല്ലാം റെസ്പോൺസ് മാറിയിട്ടുണ്ട്. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്തതിനനുസരിച്ചിട്ട് ഇതിൻ്റെ റെസ്പോൺസിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതായത് ഇത് അവർ ഡിസ്കവർ ചെയ്തതെന്ന് വെച്ചാൽ ദർ വാസ് എ മാപ്പ് അസോസിയേഷൻ ബിറ്റ്വീൻ ഇൻക്രീസ്ഡ് ലോക്കൽ ടെമ്പറേച്ചർ ആൻഡ് ഇൻക്രീസ്ഡ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. അതായത് അവർ പറയുന്നത് അതിലുള്ള എൻസൈംസിൻ്റെ ആക്ടിവിറ്റിയിൽ ചേഞ്ചസ് ഉണ്ടെന്നുള്ളതാണ്. ഈ ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ബാക്ടീരിയയുടെ ഡെവലപ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസസ് ഒരു എൻസൈം ആക്ടിവിറ്റിയിൽ മാറ്റം വരുന്നത് കൊണ്ടാണ്. So most enzyme experience a 50% to 100% higher enzyme activity when the temperature is increased by 10 degrees Celsius, and an increase in enzyme activity in bacteria results in an increase in bacteria replication rates. ഇതാണ് അപ്പോൾ ക്ലൈമാറ്റിക് ചേഞ്ചസിൽ പറയുന്നത്. അപ്പോൾ ടെമ്പറേച്ചറിലുള്ള നമ്മുടെ ഇപ്പോൾ മാറി വരുന്ന കാലാവസ്ഥകൾ ഇതെല്ലാം ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിന് കാരണം തന്നെയാണെന്നാണ് ഇപ്പോൾ സ്റ്റഡീസ് പറയുന്നത്. ഇനി ലൈവ് സ്റ്റോക്ക്. ഇപ്പോൾ ലൈവ് സ്റ്റോക്കിൽ ആൻറ്റിബയോട്ടിക്സ് വെരി ഇമ്പോർട്ടൻറ്റ് റോളാണുള്ളത് എനിമൽ ഹെൽത്തിന്, വെൽഫെയർ ആൻഡ് പ്രൊഡക്ഷൻ. ഇപ്പോൾ അനിമൽസിനുള്ള വെറ്റിനറി മെഡിസിൻസ് ഡിസ്പെൻസ് ചെയ്യുന്നത് തന്നെ അത് ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ ഓറിയൻറ്റ് ചെയ്തിട്ട് വേണം തന്നെ അത് ഡിസ്പെൻസ് ചെയ്യാൻ. അതായത് അത് കൂടുതലായിട്ട് ആൻറ്റിബയോട്ടിക്സ് അവിടെ പ്രിസ്ക്രൈബ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ഡിസ്പെൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു സീരിയസ് ത്രെട്ടായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതൊരു നീഡ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻസിന് മാത്രം ആൻറ്റിബയോട്ടിക്സ് ഡിസ്പെൻസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു ക്രൈറ്റീരിയയിലാണെങ്കിൽ നമുക്ക് അതൊരു ആ ഒരു സീരിയസ് ത്രെട്ടിനെ നമുക്ക് കുറച്ചൊന്ന് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ലൈവ് സ്റ്റോക്കും ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസും വളരെയധികം ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇപ്പോൾ ലൈവ് സ്റ്റോക്കിലാണെങ്കിൽ നമ്മളിപ്പോൾ ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവരുടെ ഗ്രോത്ത്, ചില ഡിസീസസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു widespread use, it can lead to the development of antibiotic resistant bacteria in the animals, and they can be transmitted from animals to human through direct contact, consumption of contaminated meat, or through an environment. ഇപ്പോൾ നമ്മൾ അനിമൽസ് അവരുടെ നിന്ന് എടുക്കുന്ന ഇപ്പോൾ ഡയറക്റ്റ് അവരുമായിട്ട് അതിലുള്ള അവരെ പരിപാലിക്കുന്ന ആളുകൾ, ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്ന ഹ്യൂമൻസ്, അല്ലെങ്കിൽ നമ്മൾ അവരുടെ മീറ്റ് കൺസപ്ഷൻ ചെയ്യുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ആ എൻവയോൺമെൻറ്റിൽ നിന്നൊക്കെ ഇത്തരം റെസിസ്റ്റൻസ് ഒക്കെ ഹ്യൂമൻസിലോട്ടേക്കും ട്രാൻസ്മിറ്റ് ചെയ്യാം. സോ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഫ്രം ദി ഫാം ടു ദ ടേബിൾ. അതായത് എങ്ങനെയാണ് അനിമൽസ് ബാക്ടീരിയനെ ക്യാരി ചെയ്യുന്നതും നമ്മൾ ഹ്യൂമൻസിലോട്ടേക്ക് എങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത് എന്നുള്ളൊരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആൻറ്റിബയോട്ടിക്സ് അനിമൽസിന് കൊടുത്തു, ആൻഡ് റെസിസ്റ്റൻറ്റ് ബാക്ടീരിയ ആണെങ്കിൽ അത് സർവൈവ് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. അതുപോലെ ഇറ്റ് ക്യാൻ സ്പ്രെഡ് ടു എനിമൽ പ്രോഡക്ട്സ്. അതുപോലെ എന്തെങ്കിലും കണ്ടാമിനേറ്റ്, അത് നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് കൂടെ വരാൻ ചാൻസുകളുണ്ട്, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതിനോട് എക്സ്പോഷർ വരുമ്പോൾ ആ കണ്ടാമിനേറ്റഡ് ഫുഡിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ആ കണ്ടാമിനേറ്റഡ് എൻവയോൺമെൻറ്റിൽ നിന്ന് നമുക്കും സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, ആ റെസിസ്റ്റൻറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് മൈൽഡ് ഇൽനെസ് ടു സിവിയർ ഇൽനെസ് ആണ്, ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ ലീഡ് ടു ഡെത്ത്. അപ്പോൾ നേരത്തെ നമ്മുടെ WHO പറഞ്ഞൊരു കണക്കുകൾ നമ്മൾ പറഞ്ഞിരുന്നു, ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് കൊണ്ട് ഉണ്ടാകുന്ന ആ ഒരു ഡെത്ത് റേറ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊരു സിവിയർ ഇൽനെസ്സും അതുപോലെ ഇറ്റ് ക്യാൻ ഓൾസോ ലീഡ് ടു ഡെത്ത്. So according to the Center for Science and Environment, most frequently used antibiotics in livestock farming in India includes oxytetracycline, tetracycline, chlortetracycline, doxycycline, enrofloxacin, ciprofloxacin, neomycin ഇതിൽപ്പെട്ട കാറ്റഗറി ഓഫ് ഡ്രഗ്സ് മോസ്റ്റ്ലി ഫ്രീക്വൻ്റ്ലി
യൂസ് ചെയ്യുന്ന ആന്റിബയോട്ടിക്സ് ആണ്. നെക്സ്റ്റ് എക്വാകൾച്ചർ. എക്വാകൾച്ചർ എന്ന് പറയുന്നത് അക്വാറ്റിക് സ്പീഷീസ് ആണ്. അപ്പോൾ ഈ അക്വാറ്റിക് സ്പീഷീസിൽ ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഫാമേഴ്സ് ഈ ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആ ഡിസീസ് ട്രീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാനും. അപ്പോൾ ഇതൊക്കെ ഒരു ഹൈ ലെവൽ ഓഫ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യാം. എക്വാകൾച്ചറിൽ ആൻറ്റിബയോട്ടിക്സ് ഡയറക്റ്റ്ലി വാട്ടറിലോട്ടേക്ക് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഇൻഫെക്റ്റഡ് ഫിഷിന് മാത്രമല്ല, പക്ഷെ അവിടെ ഹെൽത്തി വൺസും ഉണ്ടായിരിക്കും. അതിൻ്റെ ആ ഒരു സറൗണ്ടിങ് എൻവയോൺമെൻറ്റിൽ ഇതെല്ലാം ആൻറ്റിബയോട്ടിക്സ് എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. ഈവൻ ഹ്യൂമൻസും ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയനെയും ഹ്യൂമൻസിനും എക്സ്പോസ്ഡ് ആണ് ത്രൂ ദ കൺസെപ്ഷൻ ഓഫ് സീ ഫുഡ് ഫ്രം എക്വാകൾച്ചർ. പിന്നെ ആ ഒരു സീ ഫുഡ് പ്രോപ്പർലി കുക്ക്ഡ് അല്ലെങ്കിൽ ടേക്കൺ കെയർ ഹാൻഡിൽ ചെയ്തിട്ടില്ലെങ്കിലൊക്കെ ഈ റെസിസ്റ്റന്റ് ബാക്ടീരിയ ഹ്യൂമൻസിലോട്ടേക്കും ട്രാൻസ്ഫർ ചെയ്യാം. And people, they may also be exposed to antibiotic-resistant bacteria through contact with contaminated water or through environment if resistant genes enter water supplies or agriculture system by means of irrigation. ഈ ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റന്റ് ബാക്ടീരിയ കണ്ടാമിനേറ്റഡ് വാട്ടറിലൂടെയും അതുപോലെ എൻവയോൺമെൻറ്റിലൂടെയും ഒക്കെ പീപ്പിൾസിനും ഹ്യൂമൻസിനും കൂടി എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ വൺ ഹെൽത്ത് ട്രസ്റ്റ് ചില റിസർച്ചേഴ്സ് നടത്തിയിട്ടുള്ള കൊളാബറേറ്റേഴ്സ് ഒക്കെ നടത്തിയിട്ടുള്ള ചില കണക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 10,259 ടൺസ് ഓഫ് ആൻറ്റി മൈക്രോബിയൽസ് ആണ് എക്വാകൾച്ചറിൽ ഗ്ലോബലി യൂസ് ചെയ്യുന്നത്. അത് 2017 വരെയുള്ള ഒരു കണക്കുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ യൂസ് ഇറ്റ് വിൽ ഇൻക്രീസ് ബൈ 33% ടു 30,600 ടൺസ് ആനുവലി ബൈ 2030. അപ്പോൾ ഇത് കണക്കുകളിൽ നിന്ന് തന്നെ നമുക്കറിയാം എത്ര അളവിലാണ് ആൻറ്റിബയോട്ടിക്സുകൾ യൂസ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഓഫ് വേൾഡ് വൈഡ് ആൻറ്റി മൈക്രോബിയൽ യൂസ് ഇൻ അക്വാകൾച്ചർ ഈസ് ഇൻ ദ ഏഷ്യ പസഫിക് ഏരിയ വിത്ത് ചൈന അലോൺ അക്കൗണ്ടിങ് ഫോർ 57.9% ഓഫ് യൂസ് ഇൻ 2017. ആൻഡ് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഏഷ്യൻ പസഫിക് ഏരിയയിലാണ് ഈ ഒരു ഇത്ര അധികം തന്നെ ആൻറ്റി മൈക്രോബിയൽ യൂസ് അക്വാകൾച്ചറിൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആൻറ്റിബയോട്ടിക് ഇൻ അക്വാകൾച്ചർ ഇൻക്ലൂഡ് എൻഡ്രോഫ്ലോക്സാസിൻ, ടെട്രാസൈക്ലിൻ, ഓക്സി ടെട്രാസൈക്ലിൻ, മെത്തോക്സിൻ, ഫ്യൂറസോളിഡിൻ ഇങ്ങനെയുള്ള ആൻറ്റിബയോട്ടിക്സുകളാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കണക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിൻ്റെ ആ ഒരു ത്രെട്ട് എത്ര തന്നെ ഉണ്ട് എന്നുള്ളത്. നമ്മളിപ്പോൾ ഈവൻ ഹ്യൂമൻസിന് എന്തെങ്കിലും അസുഖം വരുമ്പോൾ പ്രിസ്ക്രൈബ് ചെയ്യപ്പെടുന്ന ആൻറ്റിബയോട്ടിക്സ് അത് മാത്രമല്ല ത്രെട്ടായിട്ട് വരുന്നത്, നമ്മൾ അറിയാതെ ഉണ്ടാകുന്ന പല കാര്യങ്ങളും. ദാറ്റ് മീൻസ് എക്വാകൾച്ചർ അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും. അതുകൊണ്ടാണ് നമ്മൾ വൺ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യണമെന്നുള്ള ഒരു സ്ട്രാറ്റജിയിലോട്ടേക്ക് ഈവൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും പറയുന്നത്. ഈവൻ അക്വാകൾച്ചർ അഗ്രികൾച്ചറിലൊക്കെ യൂസ് ചെയ്യപ്പെടുന്ന ആൻറ്റിബയോട്ടിക്സുകൾ. The fertilizers and pesticides used in plants. The antibiotics, they have been used since 1915 to control certain bacterial diseases of high-value fruit, vegetables, ornamental plants. And the most commonly used antibiotic on plants are oxytetracycline and streptomycin. So there are some antibiotics used as pesticides and fertilizers in agriculture. Pesticide ആണ് streptomycin, ബാക്ടീരിയൽ ഡിസീസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ടെട്രാസൈക്ലിൻ ആണെങ്കിലും ഇതുപോലെ ടൊമാറ്റോസിലും പെപ്പേഴ്സിലുള്ള ബാക്ടീരിയൽ ഡിസീസസ് കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. Chloramphenicol also, rice and soya beans, erythromycin, bacterial disease in crops like sugarcane and maize. Then fertilizers, antibiotic containing manure. ഈ മാനുവറിൽ ഈ ഒരു ഫ്രം ആൻറ്റിബയോട്ടിക് ട്രീറ്റഡ് ആനിമൽസ് ഈസ് യൂസ്ഡ് ആസ് ഫെർട്ടിലൈസേഴ്സ് പൊട്ടൻഷ്യലി സ്പ്രെഡിങ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റന്റ് ബാക്ടീരിയ. Antibiotics are not typically used as fertilizers. അപ്പോൾ സം അഗ്രികൾച്ചറൽ പ്രാക്ടീസസിൽ certain ആൻറ്റിബയോട്ടിക്സ് നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ഡയറക്റ്റ് ആയിട്ടല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചില പ്രാക്ടീസസിൽ ആൻറ്റിബയോട്ടിക്സ് ആയ ഓക്സി ടെട്രാസൈക്ലിനും സ്ട്രെപ്റ്റോമൈസിനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഗ്രോത്ത് എൻഹാൻസ് ചെയ്യാനും പ്ലാന്റിൻ്റെ ഡിസീസസിനെ കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്.
The use of antibiotics ഇപ്പോൾ പ്ലാന്റ്സിൽ ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സ് കൂടുതലായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സീരിയസ് ത്രെട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് അല്ലേ. അപ്പോൾ ഓവർ യൂസ് ആയിട്ട് നമ്മളിപ്പോൾ പ്ലാന്റ്സിൽ ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ബാക്ടീരിയ ഡെവലപ്പ് ചെയ്യാം. അത് നമ്മുടെ ഹ്യൂമൻസിലോട്ടേക്ക് ഫുഡ് ചെയിൻ വഴി ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ അതുപോലെ ലീവ് റെസിഡ്യൂസിലൊക്കെ ഈ ആൻറ്റിബയോട്ടിക്സ് ലെഫ്റ്റ് ഓവർ ചെയ്യാം. അത് ഹ്യൂമൻസ് കൺസ്യൂം ചെയ്യുമ്പോൾ അവിടെ ആൻറ്റിബയോട്ടിക്സ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻറ്റ് ബാക്ടീരിയ അവിടെ ഡെവലപ്പ് ചെയ്യാം. ദെൻ ഇമ്പാക്റ്റ് ഓൺ ഗട്ട് മൈക്രോബയോം. എക്സ്പോഷർ ടു ആൻറ്റിബയോട്ടിക് ത്രൂ ഫുഡ് ക്യാൻ ഡിസ്റ്റർബ് ദ ബാലൻസ് ഓഫ് ഹ്യൂമൻ ഗട്ട് മൈക്രോബയോം ലീഡിംഗ് ടു ചേഞ്ചസ് ഇൻ ദ വേ the body process nutrients and increasing the risk of diseases. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ആൻറ്റിബയോട്ടിക്സ് ഇതിനോട് എക്സ്പോഷർ വന്നാലും നമ്മളുടെ ഗട്ട് മൈക്രോബയോമിലുള്ള ചേഞ്ചസ് വരാം. ആൻഡ് ഇതുവഴി നമുക്ക് കൂടുതൽ മറ്റ് ഡിസീസസ് ഉണ്ടാവാനുള്ള റിസ്ക് കൂടുതലാണ്. പിന്നെ അലർജിക് റിയാക്ഷൻസും ചിലർ ആൻറ്റിബയോട്ടിക്സിനോട് ചില പീപ്പിൾ അലർജിയാണ് എന്ന് വെച്ചാൽ ഈ ആൻറ്റിബയോട്ടിക് ട്രീറ്റ് ചെയ്ത ക്രോപ്സും ഒക്കെ കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് അലർജിക് റിയാക്ഷനൊക്കെ ട്രിഗർ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് സൂപ്പർ ബഗ്സ്. ഇപ്പോൾ പ്ലാന്റ്സിലൊക്കെ ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ അത് സൂപ്പർ ബഗ്സിൻ്റെ ഡെവലപ്മെൻറ്റ്, അതായത് മൾട്ടിപ്പിൾ ആൻറ്റിബയോട്ടിക്സിനോട് റെസിസ്റ്റൻ്റ് ആയിട്ട് മാറുന്ന സൂപ്പർ ബഗ്സ് ആയിട്ട് മാറാനുള്ള ചാൻസ് കൂടുതൽ, മേക്കിംഗ് ഹ്യൂമൻ ഇൻഫെക്ഷൻസ് ഹാർഡർ ടു ട്രീറ്റ്. Then contamination of water sources. Antibiotics can leach into water sources, contaminating them and potentially affecting human health. Then impact on beneficial microorganism. ആൻറ്റിബയോട്ടിക്സിന് ഈ ആൻറ്റിബയോട്ടിക്സ് സോയിലുള്ള നമ്മുടെ സോയിലിൽ അതിലാവശ്യമുള്ള ബെനിഫിഷ്യൽ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, നമ്മുടെ എക്കോസിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള ബെനിഫിഷ്യൽ മൈക്രോ ഓർഗാനിസത്ത് ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഈ ആൻറ്റിബയോട്ടിക്സ് ക്യാൻ ഹാം ദം ആൻഡ് ഓൾസോ പൊട്ടൻഷ്യലി എഫക്റ്റിംഗ് ഹ്യൂമൻ ഹെൽത്ത്. അപ്പോൾ ഈ റിസ്കുകളെല്ലാം കുറയ്ക്കണമെങ്കിൽ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് നമ്മൾ നെസസറി ആയിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ പെസ്റ്റ് കൺട്രോളിലൊക്കെ നമ്മൾ കുറച്ചും കൂടെ ആ ഒരു റെഗുലേറ്ററി ആയിട്ട് ഈവൻ നെസസറി കണ്ടീഷൻസിൽ മാത്രം ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യാം. So misuse of antibiotics. Antibiotic misuse refers to those antibiotics in a way that deviates from medical guidelines, leading to reduced effectiveness and increased risk of antibiotic resistance. So common ആയിട്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓവർ യൂസ്, അതായത് പ്രിസ്ക്രൈബ് ചെയ്യപ്പെട്ട പ്രിസ്ക്രൈബിങ് ആൻറ്റിബയോട്ടിക്സ് ഫോർ വൈറൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലാത്ത ഒരു കണ്ടീഷനിൽ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുക, അതാണ് ഓവർ യൂസ്. പിന്നെ അണ്ടർ യൂസ്, പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ ഇരിക്കുക, ഫെയിലിംഗ് ടു കംപ്ലീറ്റ് ദ ഫുൾ ട്രീറ്റ്മെൻറ്റ് കോഴ്സ്. പിന്നെ മിസ് ഡയഗ്നോസിസ്, പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യാതെ ആൻറ്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് ചെയ്യുക, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഇല്ലാതെ തന്നെ കൺഫേം ചെയ്യാതെ തന്നെ ആൻറ്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് ചെയ്യുക. പിന്നെ സെൽഫ് മെഡിക്കേഷൻ, ദെൻ ഷെയറിങ് ഓഫ് ആൻറ്റിബയോട്ടിക്സ്. അപ്പോൾ ആ ഒരു പ്രിസ്ക്രിപ്ഷൻ വേറൊരാൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് ആ ഒരു പേഴ്സൺ കഴിച്ചിരിക്കുന്ന ആൻറ്റിബയോട്ടിക്സ് മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യുക. ദെൻ യൂസിങ് ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്സ്, ഒരു ചെറിയ മൈനർ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്നത്. ദെൻ ഫെയിലിംഗ് ടു മോണിറ്റർ റെസിസ്റ്റൻസ്. അപ്പോൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് പാറ്റേൺ പേഷ്യൻസിൽ എന്തെങ്കിലും അതും മോണിറ്റർ ചെയ്യാതിരിക്കുക. ദെൻ ഇനാഡിക്വേറ്റ് ഇൻഫെക്ഷൻ കൺട്രോൾ, ഫെയിലിംഗ് ടു ഇംപ്ലിമെൻറ്റ് പ്രോപ്പർ ഇൻഫെക്ഷൻ കൺട്രോൾ, ഒരു പ്രോപ്പർ ഇൻഫെക്ഷൻ കൺട്രോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാതെ പോവുക. ഇതെല്ലാം ആൻറ്റിബയോട്ടിക് മിസ്യൂസിൽ വരുന്നതാണ്. ഇപ്പോൾ കോമൺ സിറ്റുവേഷൻ ഉണ്ടാവും ആൻറ്റിബയോട്ടിക്സ് ഓവർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു അക്യൂട്ട് റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ആണെങ്കിൽ മെയിൻലി വൈറസ് ആയിരിക്കും അത് കോസ് ചെയ്യുക. അപ്പോൾ കൂടുതലും 75% ഓഫ് ദി കേസസും ട്രീറ്റ് ചെയ്യുന്നത് ആൻറ്റിബയോട്ടിക്സ് കൊണ്ടാണ്. ഇനി ചിൽഡ്രൻ വിത്ത് ഇയർ ട്യൂബ്, ഇയർ ഇൻഫെക്ഷൻസ് ഉള്ള ചിൽഡ്രൻസ് ആണെങ്കിൽ അവർക്ക് ആൻറ്റിബയോട്ടിക്സ് ഇയർ ഡ്രോപ്സ് ആണ് കൊടുക്കേണ്ടത്. റാദർ ദാൻ ഹാവിങ് ഓറൽ ആൻറ്റിബയോട്ടിക്സിനെക്കാട്ടും പ്രിഫറബിൾ അവർക്ക് ഇയർ ഡ്രോപ്സ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഓറൽ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുമ്പോൾ ദേ ആർ ചാൻസസ് ഫോർ അൺവാണ്ടഡ് സൈഡ് എഫക്ട്സ്. ദെൻ സ്വിമ്മേഴ്സ് ഇയർ, ഇസ് ഓൾസോ ടൈപ്പ് ഓഫ് ഇയർ ഇൻഫെക്ഷൻ. ഇതും ആൻറ്റിബയോട്ടിക് ഇയർ ഡ്രോപ്സും വെച്ചിട്ട് ട്രീറ്റ് ചെയ്യേണ്ട അതാണ്. അതിന് പകരം ഓറൽ ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള അൺവാണ്ടഡ് സൈഡ് എഫക്ട്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്.
വൈറൽ കൺജക്റ്റിവൈറ്റിസ് അതും ആൻറ്റിബയോട്ടിക്സ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാൻ ഷുഡ് നോട്ട് ബി ട്രീറ്റഡ് വിത്ത് ആൻറ്റിബയോട്ടിക്സ്. അപ്പോൾ ബാക്ടീരിയൽ കൺജക്റ്റിവൈറ്റിസ് ആണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമാണ് ആൻറ്റിബയോട്ടിക്സ് പ്രിഫർ ചെയ്യേണ്ടത്. Then older persons, they have bacteria in the urine which is detected in urine routine test. അപ്പോൾ അപ്പോൾ പേഴ്സൺസിന് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ്റെ ഒരു സിംറ്റം ഇല്ലാതെ തന്നെ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുക. യൂറിനറി ഇപ്പോൾ ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടെന്ന് ഡിറ്റക്ട് ചെയ്തിട്ട് ആൻറ്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ എക്സിമ, അത് ഓറൽ ആൻറ്റിബയോട്ടിക്സ് വെച്ചിട്ട് ഇറ്റ് ഇസ് നോട്ട് ട്രീറ്റബിൾ. അത് നമ്മൾ ഡ്രൈ സ്കിന്നാണ് നമുക്ക് ട്രീറ്റ് ചെയ്യണമെങ്കിൽ ലോഷൻസോ അല്ലെങ്കിൽ അത് സിംറ്റം ട്രീറ്റ്മെൻറ്റ്, ആ ഒരു എക്സിമയുടെ ട്രീറ്റ്മെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ചില കേസസിൽ ഓറൽ ആൻറ്റിബയോട്ടിക്സ് അവിടെ പ്രിസ്ക്രൈബ് ചെയ്യപ്പെടുന്നുണ്ട്. Then use of topical antibiotics to treat surgical wound does not reduce infection rate in comparison with non-antibiotic ointment or no ointment at all. Then use of doxycycline acne vulgaris has been associated with increased risk of Crohn's disease. അപ്പോൾ acne vulgarisൽ doxycycline risk കൂടുതലാണ്. Then minocycline acne vulgaris is also associated with the skin and gut dysbiosis. സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ചില certain കണ്ടീഷൻസ് ആണ് നമ്മൾ ഇവിടെ കാണുന്ന തന്നെ ചില പ്രിസ്ക്രിപ്ഷനിൽ ആൻറ്റിബയോട്ടിക്സ് കൂടുതലായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ചില കണ്ടീഷൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതാണ്. ഇനി കൺട്രോൾ മെഷേഴ്സ് ഓഫ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. അപ്പോൾ ആൻറ്റിബയോട്ടിക് സ്റ്റീവാർഡ്ഷിപ്പ് പ്രോഗ്രാമാണ് അതിൻ്റെ ഒരു മേജർ ഒരു കൺട്രോൾ അല്ലെങ്കിൽ ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിനെ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് ആൻറ്റിബയോട്ടിക് സ്റ്റീവാർഡ്ഷിപ്പ് പ്രോഗ്രാം. ഇതൊരു കോർഡിനേറ്റഡ് എഫേർട്ടാണ്. ഈ ഒരു പ്രോഗ്രാമിൽ ഫോളോയിങ് മെമ്പേഴ്സ് ആണുള്ളത്: ഫിസീഷ്യൻ, ഫാർമസിസ്റ്റ്, മൈക്രോബയോളജിസ്റ്റ്, ക്ലിനിക്കൽ നഴ്സ്, എപ്പിഡമോളജിസ്റ്റ്, ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, ഡേറ്റ അനലിസ്റ്റ്, പേഷ്യൻ്റ് സേഫ്റ്റി ഓഫീസർ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒരു മിഷൻ എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക്കിൻ്റെ യൂസേജിനെ ഒപ്റ്റിമൈസ് ചെയ്യുക, ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യുക, പേഷ്യൻ്റ് ഔട്ട്കത്തിന് ഇംപ്രൂവ് ചെയ്യുക, ആൻഡ് പേഷ്യൻ്റ് സേഫ്റ്റി എൻഹാൻസ് ചെയ്യുക, ആൻഡ് റെഡ്യൂസ് ഹെൽത്ത് കെയർ കോസ്റ്റ്. The vision to be a leader in antibiotic stewardship, recognized for our expertise, innovation, and commitment to improving patient outcome and public health, to create a culture of responsible antibiotic use where healthcare professional, patients, and communities work together to combat antibiotic resistance, to achieve a future where antibiotic resistance is minimized. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ മിഷൻ ആൻഡ് വിഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻറ്റിമൈക്രോബിയൽ സ്റ്റീവാർഡ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക്കിൻ്റെ യൂസേജിനെ കുറയ്ക്കുക, ആവശ്യം വെന്നെവർ ഇറ്റ് ഓൺലി നെസസറി, ആ ഒരു ടൈമിൽ മാത്രം ആൻറ്റിബയോട്ടിക്സ് എടുക്കുക. അതിന് വേണ്ടിയിട്ടുള്ള അവയർനെസ് പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുക. പ്രൊഫഷണൽസ്, ഇപ്പോൾ ഈ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, അതുപോലെ ഈവൻ നമ്മുടെ ഈ ഒരു സൊസൈറ്റി തന്നെ സൊസൈറ്റിക്ക് തന്നെ അവയർനെസ് പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യണം. ഈവൻ പേഷ്യൻസ് തന്നെ അതിനൊരു കോമൺ പീപ്പിളിന് തന്നെ അതിൻ്റെ ഒരു ത്രെട്ട് മനസ്സിലാക്കി കൊടുക്കണം. എന്നാലാണ് നമുക്ക് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിന് കുറേം കൂടെ മിനിമൈസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതിൻ്റെ ഒരു ഫങ്ഷൻസ് എന്ന് പറയുന്നത് മോണിറ്ററിങ് ആൻഡ് ട്രാക്കിംഗ് ഓഫ് antibiotic use, then collecting and analyzing data on antibiotic prescribing, prospective audit and feedback, education and training, antibiotic use and optimization, infection prevention and control, patient education, pharmacy support. ഇത്രയാണ് മെയിൻ ഫങ്ഷൻസ് ഓഫ് ASP, ആൻറ്റിബയോട്ടിക് സ്റ്റീവാർഡ്ഷിപ്പ് പ്രോഗ്രാം. കറക്റ്റായിട്ട് ആ ഒരു ആൻറ്റിബയോട്ടിക് യൂസേജിനെ മോണിറ്റർ ചെയ്യുക, പ്രോപ്പറായിട്ട് അത് ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്ന ഒരാളാണെങ്കിൽ അത് കറക്റ്റായിട്ട് അഡിയർ ചെയ്ത് പോകുന്നുണ്ടോ, അതിനുള്ള കാര്യങ്ങൾ, അതിനുള്ള എഡ്യൂക്കേഷൻ, ട്രെയിനിങ് അത് കൊടുക്കുക. പിന്നെ ഒരു പോസിറ്റീവ് ഒരു പ്രോസ്പെക്റ്റീവ് ഓഡിറ്റ് ആൻഡ് ഫീഡ്ബാക്ക്, അതായത് ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രിപ്ഷൻസ് റിവ്യൂ ചെയ്യുക, പ്രൊവൈഡിങ് ഫീഡ്ബാക്ക് ടു പ്രിസ്ക്രൈബേഴ്സ്. ദെൻ ഫാർമസി സപ്പോർട്ട്, ഫാർമസിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ആൻറ്റിബയോട്ടിക് ഓവറായിട്ടുള്ള ആൻറ്റിബയോട്ടിക് യൂസേജിനെ മിനിമൈസ് ചെയ്യുക വെനെവർ റിക്വയർഡ്. അത് അങ്ങനെയുള്ളൊരു കണ്ടീഷന് വേണ്ടിയിട്ട് അതിനൊരു പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുക്കുക, അവയർനെസ് കണ്ടക്ട് ചെയ്യുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ആൻറ്റിബയോട്ടിക് സ്റ്റീവാർഡ്ഷിപ്പ് പ്രോഗ്രാമിൻ്റെ ഫങ്ഷൻസ്.
ഒരു പ്രോമിസിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റിൽ കോമ്പിനേഷൻ തെറാപ്പിയാണ്. കോമ്പിനേഷൻ തെറാപ്പി എന്ന് പറയുന്നത് 2 or more ആന്റിബയോട്ടിക്സ് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു മോസ്റ്റ് സക്സസ്ഫുൾ കോമ്പിനേഷൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഓഗ്മെന്റിന് ബീറ്റാ ലാക്ടമേസ് ഇൻഹിബിറ്റർ ക്ലാവലാനിക് ആസിഡ് ആൻഡ് ബീറ്റാ ലാക്ടം ആന്റിബയോട്ടിക് അമോക്സിലിൻ, ഇത് രണ്ടും കൂടിയുള്ള ഒരു കോമ്പിനേഷനാണ്. ഒരു കോമ്പിനേഷൻ തെറാപ്പിയുടെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കോമ്പിനേഷൻ തെറാപ്പിയുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞ് സിനർജിസം അച്ചീവ് ചെയ്യുക, റെസിസ്റ്റൻസിന് എമർജൻസിനെ പ്രിവെന്റ് ചെയ്യുക, ടോക്സിസിറ്റി റെഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അഡ്വേഴ്സ് എഫക്റ്റിന്റെ ഒക്യൂറൻസിനെ റെഡ്യൂസ് ചെയ്യുക, ബ്രോഡനിങ് ആന്റി ബാക്ടീരിയൽ സ്പെക്ട്രം. സിനർജിസം ചില ഡ്രഗ് നമ്മൾ ഒരുമിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതൊരു കമ്പൈൻഡ് എഫക്റ്റ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് കാർബെനിസിലിൻ, ജെന്റാമൈസിൻ, സെഫ്റ്റാസിലിൻ, സിപ്രോഫ്ലോക്സാസിൻ, റിഫാംബിസിൻ, ഐസോനിയാസിഡ്, ഇതൊക്കെയാണ് കോമ്പിനേഷൻ മെഡിസിൻസ്. അതുപോലെ റെസിസ്റ്റൻസിന് എമർജൻസി പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് ആന്റിബയോട്ടിക്സ് വിത്ത് ഡിഫറെന്റ് മെക്കാനിസം ഓഫ് ആക്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനൊരു എക്സാമ്പിൾ ആണ് ട്യൂബർക്യുലോസിസിലെ കോമ്പിനേഷൻ ഓഫ് ഡ്രഗ്സ് സച്ച് ആസ് ഐസോനിയാസിഡ്, റിഫാംബിസിൻ, പൈറസീനമൈഡ്, ഇത്താംബ്യൂട്ടോള്, ഇതെല്ലാം നമ്മൾ ട്യൂബർക്യുലോസിന് യൂസ് ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ ഡ്രഗ്സ് ആണ്. ദീസ് ആർ യൂസ് ടു പ്രിവെന്റ് ദ ഡെവലപ്മെന്റ് ഓഫ് റെസിസ്റ്റൻസ്. Then to reduce toxicity or occurrence of adverse effect, a lower dose of gentamicin combined with the standard dose of ceftriaxone, it may be as effective as higher doses of either antibiotic alone but with a reduced risk of toxicity. ഇപ്പോൾ ടോക്സിസിറ്റി റെഡ്യൂസ് ചെയ്യാനും നമ്മൾ 2 ആന്റിബയോട്ടിക്സ് ഒരുമിച്ച് കൊടുത്തിട്ട് ലോവർ ഡോസസിൽ നമുക്ക് ആ ഒരു ടോക്സിസിറ്റിനെ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ സൈഡ് എഫക്ട്സിൽ കുറയ്ക്കാനും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഡിഫറെൻ്റ് ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ് സ്പെസിഫിക് ബാക്ടീരിയൽ സ്ട്രക്ചേഴ്സും ഫങ്ഷൻസും ഒക്കെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു ബ്രോഡർ സ്പെക്ട്രത്തിനെ കവർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതാണ് ബ്രോഡനിങ് ബാക്ടീരിയൽ സ്പെക്ട്രം എന്ന് മീൻ ചെയ്യണത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പബ്ലിക് അവയർനെസ് ആണ്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലിനും ഈ ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന്റെ ഒരു പബ്ലിക് അവയർനെസ് കൊടുക്കുക എന്നുള്ള ഓരോ ഇൻഡിവിജ്വലിനും അതിലൊരു റോൾ ഉണ്ട്. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിൽ ഡോക്ടേഴ്സ്, ഫാർമസിസ്റ്റ്, അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, ഇവരെല്ലാം കൂടി പേഷ്യൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക, പ്രോപ്പറായിട്ട് ആന്റിബയോട്ടിക് യൂസേജിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുക, അതുപോലെ ആന്റിബയോട്ടിക് സ്റ്റീവാർഡ്ഷിപ്പ് പ്രോഗ്രാം പ്രൊമോട്ട് ചെയ്യുക. ഇനി പേഷ്യൻസിനാണെങ്കിൽ അവർ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന്റെ റിസ്കുകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഇപ്പോൾ ഒരു ആന്റിബയോട്ടിക്സ് നമ്മളിപ്പോൾ എടുക്കുന്നത് ഇപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഇൻഫെക്ഷന് കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ടുള്ള ആന്റിബയോട്ടിക്സ് എടുക്കാം. ഇനി അത് മാത്രമല്ല, മറ്റു നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ലൈഫ് സ്റ്റോക്കിൽ നിന്നും അല്ലെങ്കിൽ അഗ്രികൾച്ചറിലൊക്കെ യൂസ് ചെയ്യുന്ന അക്വാകൾച്ചറിലൊക്കെ ആന്റിബയോട്ടിക്സിന്റെ ഓവർ യൂസേജ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് വരാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സൊസൈറ്റിയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇതുപോലെ ടീച്ചേഴ്സും എഡ്യൂക്കേറ്റേഴ്സ്, അതുപോലെ റിസർച്ചേഴ്സ് ആൻഡ് സയന്റിസ്റ്റ്, അവരും വലിയൊരു മേജർ ഒരു ഇൻവോൾവ്മെന്റ് ആണ് ഈ ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിൽ തരുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം പല ഡേറ്റകളും കളക്ട് ചെയ്തത് ഇത്തരം ഒരു സ്റ്റഡീസ് അവർ കണ്ടക്ട് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഇത്രയും വലിയൊരു ത്രെട്ട് ആണെന്ന് നമുക്ക് മനസ്സിലായത്. Then media and journalists, farmers and animal husbandry, then from the government പാർട്ടിലും ഗവൺമെന്റ് സൈഡിൽ നിന്നും നമുക്ക് പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുക, ഗൈഡ് ലൈൻസ്, റെഗുലേഷൻ, ആന്റി മൈക്രോബിയൽ സ്റ്റീവാർഡ്ഷിപ്പ് പ്രോഗ്രാമിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള റെഗുലേഷൻസിനൊക്കെ ഇതിലേക്കുള്ള ഒരു സപ്പോർട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും നമുക്ക് വേണ്ടതാണ്. അതുപോലെ മീഡിയ, ജേർണലിസ്റ്റ്, പിന്നെ ഫാർമേഴ്സ്, ആനിമൽ ഹസ്ബൻഡറി, ഇതെല്ലാം കൂടിയിട്ട് വരുമ്പോൾ നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഇങ്ങനെയുള്ള അവയർനെസ് കൊടുക്കുന്നതിലൂടെ ആന്റിബയോട്ടിക്സിന്റെ റെസിസ്റ്റൻസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇന്ത്യയിൽ അവയർനെസ് പ്രോഗ്രാംസ്, ഇപ്പോൾ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന് വേണ്ടിയിട്ട് അഡ്രസ് ചെയ്ത ചില പ്രോഗ്രാംസ് ആണ് നാഷണൽ ആന്റിബയോട്ടിക് അവയർനെസ് വീക്ക്. അത് നമ്മളിപ്പോൾ നവംബർ 18 തൊട്ട് 24 ആ ഒരു വീക്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ ഇനീഷ്യേറ്റീവ് ഫോർ മാനേജ്മെന്റ് ഓഫ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്, ഇതൊരു ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു കൊളാബറേറ്റീവ് എഫേർട്ടാണ്. WHO മറ്റു ഓർഗനൈസേഷനും കൂടിയിട്ട് ആന്റി മൈക്രോബിയൽ സ്റ്റീവാർഡ്ഷിപ്പ്, ആന്റിബയോട്ടിക് സ്റ്റീവാർഡ്ഷിപ്പ് പ്രോഗ്രാമിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇനീഷ്യേറ്റീവ് ആണ്. റെഡ് ലൈൻ ക്യാമ്പയിൻ, ദ യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി
Family Welfare launched the Red Line campaign in February 2016 to address the escalating misuse of antibiotics nationwide. ഈ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് റെഡ് ലൈൻ. അപ്പൊ ഈ ഒരു റെഡ് ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആൻറ്റിബയോട്ടിക്സിൻ്റെ ഒരു അത്രയും മേജർ ത്രെട്ടിലാണെന്നുള്ളതാണ്. ബി റെസ്പോൺസിബിൾ ആയിരിക്കണം എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ആ റെഡ് ലൈനിൽ കൊടുത്തിരിക്കുന്നത്. ദെൻ നാഷണൽ ഗൈഡ് ലൈൻസ് ഫോർ ആൻറ്റിബയോട്ടിക് യൂസ് ഡെവലപ്ഡ് ബൈ ഇന്ത്യൻ ഗവൺമെന്റ് ടു ഗൈഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഓൺ റെസ്പോൺസിബിൾ ആൻറ്റിബയോട്ടിക് യൂസ്. ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ഒരു നാഷണൽ ആൻറ്റിബയോട്ടിക് യൂസേജിനുള്ള ഒരു നാഷണൽ ഗൈഡ് ലൈൻസ് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ആൻറ്റിബയോട്ടിക് യൂസേജിന് വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് ഇതൊരു നമ്മളിനി ഇത്രയും നമ്മൾ പോളിസീസും ഇപ്പോൾ ഗവൺമെന്റ് ഭാഗത്തു നിന്നുള്ള അവയർനെസ് പ്രോഗ്രാംസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ കൺസേൺ ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം അത് പ്രസന്റ്ലി കുറച്ച് സിറ്റുവേഷനും എനിക്ക് നിങ്ങളിലൂടെ എത്തിക്കാനുണ്ട്. അപ്പം അതിൻ്റെ ഒരു ത്രെട്ട് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഈ ജേർണൽസിൽ നിന്നും അതുപോലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പേജിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ് ഞാനിവിടെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയ, അതായത് 2022 ഗ്ലോബൽ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ആൻഡ് യൂസ് സർവലൻസ് സിസ്റ്റം റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് ദർ ഇസ് എൻ അലാർമിംഗ് റെസിസ്റ്റന്റ് റേറ്റ് എമംഗ് പ്രിവാലന്റ് ബാക്ടീരിയൽ പാത്തോജൻസ്. ദാറ്റ് മീൻസ് for urinary tract infection caused by E. coli, 1 in 5 cases exhibit reduced susceptibility to standard antibiotics like ampicillin, cotrimoxazole, fluoroquinolones in 2020. This is making harder to effectively treating common infection. അപ്പോൾ ഇവിടെ റെഡ് ലൈനിൽ കൊടുത്തിട്ടുണ്ട് ചില ഡ്രഗുകൾ. അപ്പോൾ അതിലൊക്കെ ഒരു റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില ഇൻഫെക്ഷൻസ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ദെൻ അതുപോലെ ക്ലെപ്സീല ന്യൂമോണിയ, ഇതൊരു കോമൺ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയ ആണ്. ഇതും ദി എലവേറ്റഡ് റെസിസ്റ്റൻസ്, ചില ക്രിട്ടിക്കൽ ആൻറ്റിബയോട്ടിക്സിനോട് എലവേറ്റഡ് റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ഡ്രഗ് റെസിസ്റ്റൻസ് ഇൻ നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസ്. നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലെപ്രസി അല്ലെ ലീഷ്മാനിയാസിസ് അങ്ങനെയുള്ള അത്തരം ഡിസീസസിനെയാണ് നമ്മൾ നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അതിനുള്ള മെഡിസിൻസിനെ യൂസ് ചെയ്യുന്നത് വരെ ഡ്രഗ് റെസിസ്റ്റൻസിന് ഡ്രഗ് റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ഈ ഒരു ലെപ്രസി മെഡിസിൻസിൽ വരെ റെസിസ്റ്റൻസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. സെവറൽ കൺട്രീസിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ആന്റി ഹെൽമിന്തിക്സ് അതും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. എനിമൽസിൽ യൂസ് ചെയ്യുമ്പോൾ ഈ ആന്റി ഹെൽമിന്തിസും റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ടെന്നാണ് പല റിപ്പോർട്ടുകളും പറയപ്പെടുന്നുണ്ട്. ഇനി ഡ്രഗ് റെസിസ്റ്റൻസ് ഇൻ HIV, tuberculosis and malaria. HIV drug resistance is caused by changes in HIV genome that affect the ability of antiretroviral drugs to block the replication of the virus. അപ്പോൾ ഈ HIV ജീനോമിലും ചില ചേഞ്ചസ് നടന്നിട്ട് HIV യൂസ് ചെയ്യുന്നതിൽ ഡ്രഗ്സിലും ആ ഒരു ഡ്രഗും റെസിസ്റ്റൻസ് ആയിട്ട് കാണിക്കുന്നുണ്ടെന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ആൻഡ് ട്യൂബർക്യുലോസിസിലും അതും ഒരു ഇറ്റ് ഇസ് ഓൾസോ എ മേജർ കോൺട്രിബ്യൂട്ട് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. ഇപ്പോൾ നമ്മൾ മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ട്യൂബർക്യുലോസിസ് ഇസ് എ ഫോം ഓഫ് TB caused by bacteria. They do not respond to isoniazid and rifampicin. ഇപ്പോൾ ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് ആയിട്ടുള്ള ഐസോനിയാസിഡിനും റിഫാംപിസിനും വരെ റെസ്പോൺസ് കാണിക്കുന്നില്ല എന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഈവൺ ഇൻ ദ കേസസ് ഓഫ് മലേറിയ ഓൾസോ. അപ്പോൾ മലേറിയയുടെ കേസും ഒരു മേജർ ത്രെട്ടായിട്ട് മാറുന്നുണ്ട്. നെക്സ്റ്റ് ഹിന്ദുസ്ഥാൻ ടൈംസിൽ വന്ന ഒരു റിപ്പോർട്ടാണ്, ഒരു റീസെന്റ് റിപ്പോർട്ടാണ് ബൈ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനും ബ്ലഡ് ഇൻഫെക്ഷൻസിനും ന്യൂമോണിയയ്ക്കും ടൈഫോയിഡിനും നമ്മൾ ഹാവ് ഡെവലപ്ഡ് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ചില കോമൺലി യൂസ് ചെയ്യുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമൺലി യൂസ് ചെയ്യുന്ന ചില ആന്റിബയോട്ടിക്സ് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് ട്രീറ്റ്മെന്റിന് വലിയ ഡിഫിക്കൽട്ടിയാണ് കോസ് ചെയ്യുന്നത്.
അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് ദേ പോയിന്റ് ഔട്ട് ദ മിസ്യൂസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ആൻറ്റിബയോട്ടിക്സ് ഇൻ അഗ്രികൾച്ചർ വിച്ച് ആക്സിലറേറ്റ്സ് റെസിസ്റ്റൻസ് ആൻഡ് ഇറ്റ് സ്ട്രെസ്ഡ് ദാറ്റ് സ്ട്രോങ്ങർ സ്റ്റെപ്സ് ആർ നീഡഡ് ടു സേഫ് ഗാർഡ് ദി ഇഫക്റ്റീവ്നെസ് ഓഫ് എസെൻഷ്യൽ ആൻറ്റിബയോട്ടിക്സ് ഫോർ ഹ്യൂമൻ ആൻഡ് ആനിമൽ ഹെൽത്ത്. അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ICMRന്റെ ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയും മേജർ ത്രെട്ട് ആണെന്നുള്ളത്. അപ്പോൾ ഇത് കോമൺ പീപ്പിൾസിലോട്ടേക്കും നമ്മൾ ഫാർമസിസ്റ്റ് എന്ന നിലയിൽ നമ്മൾക്ക് എത്തിക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടീസ് ഈ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അത്തരം സ്ട്രോങ്ങർ സ്റ്റെപ്പുകൾ നമ്മൾക്ക് എടുത്താൽ മാത്രമാണ് നമുക്ക് എൻറ്റയർലി നമുക്കൊരു ഒരു എഫക്റ്റീവ്നെസ് ഈ ഒരു കേസിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. സോ ആൻറ്റിബയോട്ടിക്സ് ദേ ആർ ലോസിങ് ദെയർ പവർ. ഇപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞതിലൂടെ ഞാൻ പറയാണ്, നമ്മൾ ഒരുപാട് സ്റ്റഡീസും കാര്യങ്ങളും ഒക്കെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തു. അതെ, നമ്മൾ നമ്മൾക്കൊരു ചെസ്റ്റ് ഇൻഫെക്ഷൻ വന്ന് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്ന് നമ്മൾ എടുക്കുന്ന ഒരു ആൻറ്റിബയോട്ടിക് അത് നമുക്ക് അതിൻ്റെ ഒരു പ്രോപ്പർ മെക്കാനിസം തന്നില്ലെങ്കിൽ ഇത് ദേ ആർ ലൂസിങ് ദെയർ പവർ. നമ്മളുടെ അശ്രദ്ധ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കും, ഓർ ആനിമൽസിനോ പ്ലാന്റ്സിലോ അക്വാകൾച്ചറിലോ ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. ആൻഡ് ഓവർ യൂസിങ് ആൻഡ് മിസ്യൂസിങ് ആൻറ്റിബയോട്ടിക്സ് ഇസ് ആസ്കിങ് ഫോർ trouble, and it can lead to antimicrobial resistance, which means life-saving treatments stop working for people and animals. So good hygiene and vaccination prevent the spread of drug-resistant pathogen, reducing the need for antimicrobials. So ആൻറ്റിമൈക്രോബിയൽസിൻ ഈ ഒരു ആൻറ്റിമൈക്രോബിയൽ വീക്കിൽ മെയിനായിട്ട് പറയുന്നത് WHO പറയുന്നത് എഡ്യൂക്കേറ്റ്, അഡ്വക്കേറ്റ് ആൻഡ് ആക്ട് നൗ എന്നാണ്. അപ്പോൾ അത്തരം 3 സ്ട്രാറ്റജീസ് വെച്ചിട്ട് തന്നെ നമുക്ക് അത് എഡ്യൂക്കേറ്റ് ചെയ്യാം, അഡ്വക്കേറ്റ് ചെയ്യാം, അതുപോലെ ആക്റ്റും ചെയ്യാം. ഓക്കെ, ആൻഡ് ബൈ ദിസ് ഞാൻ എൻ്റെ പ്രസന്റേഷൻ എൻഡ് ചെയ്യാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു മേജർ ഒരു അവയർനെസ് ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാഡം. താങ്ക് യു മാഡം. താങ്ക് യു. താങ്ക് യു. വെരി ഗുഡ് പ്രസന്റേഷൻ. താങ്ക് യു സർ. താങ്ക് യു. ഇന്ററാക്ഷനിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഈ ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസിന്റെ ഒരുപക്ഷെ ഒരു ഭീകരത എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. അത് എത്രത്തോളം വലുതാണെന്നുള്ളത് പൊതുസമൂഹത്തിനെ ബോധവൽക്കരിക്കേണ്ട ഉത്തരവാദിത്വം പൂർണ്ണമായി ഫാർമസിസ്റ്റുകളാണ് അർപ്പിതമായിട്ടുള്ളത്. മാഡം പറഞ്ഞ പോലെ ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുക തന്നെ വേണം. അത് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഫാർമസിസ്റ്റുകളാണ് എന്നുള്ള ബോധം നമ്മൾ മുഴുവൻ ഫാർമസിസ്റ്റ് ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? നമ്മള് കേരളത്തില് കുറച്ച് കേൾക്കാൻ പറ്റുന്നില്ല. ഒരു പ്രശ്നമായിട്ട് നടക്കുന്ന ഒരു കേസ്, അതിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. പറയൂ, ചോദിക്കൂ. അത് നമ്മുടെ കേരളത്തിലെ ഇപ്പൊ ഈ ആന്റിബയോട്ടിക് ഏറ്റവും